നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബഹുനില കെട്ടിടങ്ങളിലെ തീപിടുത്തം നേരിടാൻ ഡ്രോൺ സാങ്കേതികവിദ്യ ഉപയോഗിക്കും. ഫ്രീ സോണിൽ വിസ സേവന ഓഫീസ്. ട്രാഫിക് നിയമലംഘന പിഴകൾക്ക് ഇളവ്. സമയപരിധി ഒക്ടോബർ 18 അവസാനിക്കും. കൂടുതൽ വിവരങ്ങളിലേക്ക് പറക്കാൻ ഒമാൻ എയർപോർട്ട്സ്. മാർ സെറാഫീം മെത്രാപ്പൊലിത്തയ്ക്ക് ബഹ്റൈനിൽ സ്വീകരണം നൽകി. ഖത്തരി ബ്രിട്ടീഷ് സ്ക്വാഡ്രൺ സംഘത്തെ കാണാൻ രാജ്ഞി എത്തി. സൗദിയിൽ ഹ്യൂണ്ടായി കാർ ഫാക്ടറി ഈ വർഷം ആരംഭിക്കും. ബഹുനില കെട്ടിടങ്ങളിലെ തീപിടുത്തം നേരിടാൻ ഡ്രോൺ സാങ്കേതികവിദ്യ ഉപയോഗിക്കും. ഷാർജ സിവിൽ ഡിഫൻസ് അടുത്ത വർഷം മുതൽ എമിറേറ്റിലെ ബഹുനില കെട്ടിടങ്ങളിലെ തീപിടുത്തം നേരിടാൻ ഡ്രോൺ സാങ്കേതികവിദ്യ ഉപയോഗിക്കും. 2025 ആദ്യ പാദത്തിൽ അഗ്നിശമന സമയം കുറയ്ക്കുന്നതിനും ദ്രുതഗതിയിൽ പ്രവർത്തനം നടത്തുന്നതിനുമായി പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും. പരമ്പരാഗത അഗ്നിശമന രീതികളിൽ നിന്ന് വിപുലവും ക്രിയാത്മകവുമായ രീതികളിലേക്ക് മാറുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ഷാർജ. ഫ്രീ സോണിൽ വിസ സേവന ഓഫീസ്. ഖത്തറിലെ പ്രധാന സാമ്പത്തിക മേഖലയായ ഖത്തർ ഫ്രീ സോണിൽ വിസ സേവന ഓഫീസ് തുറന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് ഫ്രീ സോൺസ് അതോറിറ്റിയുമായി സഹകരിച്ചാണ് റാസ്ബു ഫന്താസ് ഫ്രീ സോണിൽ വിസ സേവന ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ഫ്രീ സോണുകളിലെ ബിസിനസ് സമൂഹത്തിന്റെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ പരിഗണിച്ചാണ് പുതിയ സർവീസ് സെന്റർ ആരംഭിച്ചതെന്ന് ആഭ്യന്തര മന്ത്രാലയ അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദോഹ. നിയമലംഘന പിഴകൾക്ക് ഇളവ്. സമയപരിധി ഒക്ടോബർ 18 അവസാനിക്കും. കുമിഞ്ഞുകൂടിയ ട്രാഫിക് നിയമന ലംഘന പിഴകൾക്ക് പ്രഖ്യാപിച്ച ഇളവ് സമയപരിധി ഒക്ടോബർ 18 അവസാനിക്കുമെന്ന് ട്രാഫിക് വകുപ്പ്. ഈ വർഷം ഏപ്രിൽ 18 മുതൽ 6 മാസത്തേക്കാണ് ഇളവ്. ഏപ്രിൽ 18 വരെയുള്ള പിഴകൾക്ക് 50%വും അതിനുശേഷമുള്ളവയ്ക്ക് 25%വുമാണ് ഇളവ് പ്രഖ്യാപിച്ചിരുന്നത്. സൗദി പൗരന്മാർ, വിദേശ താമസക്കാർ, സന്ദർശകർ, ഇതര ഗൾഫ് അറബ് രാജ്യങ്ങളിലെ പൗരന്മാർ എന്നിവർക്കാണ് ഇളവ് ബാധകം. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, യാംബു. കൂടുതൽ വിവരങ്ങളിലേക്ക് പറക്കാൻ ഒമാൻ എയർപോർട്ട്സ്. മസ്കറ്റ് ഉൾപ്പെടെ രാജ്യത്തെ വിമാനത്താവളങ്ങളിലേക്ക് കൂടുതൽ യാത്രക്കാരെ എത്തിക്കുന്നതിന് കൂടുതൽ അന്താരാഷ്ട്ര വിമാന കമ്പനികളെ ആകർഷിക്കാൻ ഒമാൻ എയർപോർട്ട്സ് ദേശീയ വിമാന കമ്പനികളിലൂടെ മറ്റ് എയർലൈനുകൾ വഴിയും നേരിട്ടുള്ള വിമാനങ്ങൾ ആരംഭിക്കാൻ പുതിയ വിപണികൾ കണ്ടെത്തുന്നതിനും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഒമാൻ എയർപോർട്ട് സിഇഒ ഷെയ്ഖ് ഐമാൻ ബിൻ അഹമ്മദ് അൽ ഹുസ്നി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. മാർ സെറാഫീം മെത്രാപ്പൊലിത്തയ്ക്ക് ബഹ്റൈനിൽ സ്വീകരണം നൽകി. ബഹ്റൈനിലെ ക്രിസ്ത്യൻ എപ്പിസ്കോപ്പൽ സഭകളുടെ കൂട്ടായ്മയായ കേരള ക്രിസ്ത്യൻ എക്യുമെനിക്കൽ കൗൺസിലിന്റെ നേതൃത്വത്തിൽ മലങ്കര മാർത്തോമാ സഭയുടെ അടൂർ ഭദ്രാസന മെത്രാപ്പൊലിത്ത മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പയ്ക്ക് സ്വീകരണം നൽകി. KCEC വൈസ് പ്രസിഡന്റ് റവറന്റ് ബിബിൻസ് മാത്യൂസ് ഓമനാലി അധ്യക്ഷത വഹിച്ച സ്വീകരണ യോഗത്തിൽ റവറന്റ് മാത്യു ചാക്കോ സ്വാഗതം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മനാമ. ഖത്തരി ബ്രിട്ടീഷ് സ്ക്വാഡ്രൺ സംഘത്തെ കാണാൻ രാജ്ഞി എത്തി. ബ്രിട്ടനിലെ ലീമിംഗ് എയർബേസിൽ സംയുക്ത പരിശീലനം നടത്തുന്ന ബ്രിട്ടീഷ് ഖത്തരി സ്ക്വാഡ്രൺ സൈനിക സംഘത്തെ കാണാൻ കഴിഞ്ഞ ദിവസം ഒരു വിശിഷ്ട അതിഥി എത്തി. ബ്രിട്ടീഷ് ഖത്തരി സംയുക്ത സൈനിക സംഘത്തിന്റെ പരിശീലനത്തിന് സാക്ഷിയാകാനായിരുന്നു കാമില രാജ്ഞി എത്തിയത്. ബ്രിട്ടനിലെ ഖത്തരി മിലിറ്ററി അറ്റാഷെ ബ്രിഗേഡിയർ ജനറൽ ജാറലാഹ് ഹമദ് അൽ നാബിദ്, അസിസ്റ്റന്റ് മിലിറ്ററി അറ്റാഷെ ലഫ്റ്റനന്റ് കേണൽ നാസർ മുഹമ്മദ് അൽ ഖുവാരി, ഖത്തരി ബ്രിട്ടീഷ് ജോയിന്റ് സ്ക്വാഡ്രൺ ഡെപ്യൂട്ടി കമാൻഡർ ക്യാപ്റ്റൻ ഖാലിദ് ആയദ് അൽ അദ്ബ എന്നിവർ ചേർന്ന് രാജ്ഞിയെ സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദോഹ. സൗദിയിൽ ഹ്യൂണ്ടായി കാർ ഫാക്ടറി ഈ വർഷം ആരംഭിക്കും. 2024 അവസാനത്തോടെ സൗദിയിൽ ഹ്യൂണ്ടായി കാർ കമ്പനി ഫാക്ടറി നിർമ്മിക്കാൻ ഒരുങ്ങുന്നു. സൗദിയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ആരംഭിക്കുന്ന ഫാക്ടറിയിൽ വാഹന നിർമ്മാണം 2026 ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഈ കൊറിയൻ കമ്പനിയുടെ ആദ്യത്തെ ഫാക്ടറി ആയിരിക്കും ഇത്.
ഫാക്ടറിയുടെ ഉൽപാദന ശേഷി 2030ഓടെ പരമ്പരാഗത ഇലക്ട്രിക് കാറുകൾ ഉൾപ്പെടെ പ്രതിവർഷം 50,000 കാറുകൾ എത്തും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.